കോവിഡ് പ്രതിസന്ധി നിലനിൽക്കുമ്പോഴും ഫിഫ ലോകകപ്പിന്റെ ആവേശത്തെ എതിരേൽക്കാൻ അതിവേഗം മുന്നേറുന്ന ഖത്തറിന്റെ മുന്നൊരുക്കങ്ങൾ കാണാൻ ഇന്ന് ഒരാളെത്തി. ലോക ഫുട്ബോളിന്റെ സംഘാടകൻ, ഫിഫയുടെ പ്രസിഡന്റ് ജിയാനി ഇൻഫാന്റിനോ. 2022 ഫിഫ ലോകകപ്പിലെ ആദ്യ മത്സരത്തിന് വേദിയാകുന്ന അൽഖോറിലെ അൽ ബൈത്ത് സ്റ്റേഡിയം സന്ദർശിക്കാനെത്തിയ ഫിഫ പ്രസിഡന്റ് ഇൻഫാന്റിനോ സെവൻസ് കളിച്ചാണ് തന്റെ ആഹ്ലാദം പങ്കുവച്ചത്. സുപ്രീം കമ്മിറ്റി ഫോർ ലെഗസിയുടെ സെക്രട്ടറി ജനറൽ ഹസൻ അൽ തവാദി ഉൾപ്പെടെ പ്രമുഖർ അദ്ദേഹത്തോടൊപ്പം അൽ ബൈത്ത് സ്റ്റേഡിയത്തിൽ പന്ത് തട്ടിയപ്പോൾ ഔദ്യോഗിക സംഘത്തിലുള്ളവരെല്ലാം ആവേശഭരിതരായി ആർപ്പ് വിളിച്ചു. പരമ്പരാഗത അറബ് കൂടാരത്തിന്റെ മാതൃകയിലുള്ള സ്റ്റേഡിയം അവിശ്വസനീയമായ അനുഭവമാണെന്ന് ഇൻഫാന്റിനോ വ്യക്തമാക്കി. ഈ സ്റ്റേഡിയത്തിൽ ഫുട്ബോൾ കളിക്കാനായത് തികച്ചും സന്തോഷകരമാണെന്ന് അദ്ദേഹം പറഞ്ഞു. യഥാർത്ഥ ഫുട്ബോൾ അനുഭവവും പ്രാദേശിക സ്പർശവുമുണ്ട്. കൂടാരത്തിന്റെ ആകൃതി സ്റ്റേഡിയത്തെ അദ്വിതീയമാക്കുന്നു. മേൽക്കൂരയിലെ അറബ് പാറ്റേണുകൾ മനോഹരമാണ്. വർണ്ണിക്കാൻ തനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല. 2022 നവംബർ 21 ഫിഫയുടെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച ലോകകപ്പിനായിരിക്കും ഇവിടെ കിക്ക് ഓഫ് എന്നും ഇൻഫാന്റിനോ ആഹ്ലാദപൂർവ്വം വ്യക്തമാക്കി. അൽബൈത്ത് സ്റ്റേഡിയത്തിലേക്കുള്ള ഇൻഫാന്റിനോയുടെ ആദ്യ സന്ദർശനമായിരുന്നു ഇന്ന്. ഔദ്യോഗിക സന്ദർശനാർത്ഥം ഖത്തറിലെത്തിയ ഇൻഫാന്റിനോ അമീറുമായി കൂടിക്കാഴ്ച നടത്തുകയും സുപ്രീം കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്ത ശേഷമാണ് സ്റ്റേഡിയം സന്ദർശിക്കാനെത്തിയത്. 60,000 അൽ ബൈത്ത് സ്റ്റേഡിയത്തിന്റെ ഇരിപ്പിട ശേഷി. വരും മാസങ്ങളിൽ ഉദ്ഘാടനം പ്രതീക്ഷിച്ച് കാത്തിരിക്കുകയാണ് ഈ സ്റ്റേഡിയം. പുതുക്കി പണിത ഖലീഫ രാജ്യാന്തര സ്റ്റേഡിയം, വഖറയിലെ അൽ ജനൂബ് സ്റ്റേഡിയം, എഡ്യൂക്കേഷൻ സിറ്റി സ്റ്റേഡിയം എന്നിവ നേരത്തെ ഉദ്ഘാടനം നടന്നിരുന്നു. ഇവ ഇപ്പോൾ പൂർണ്ണമായും പ്രവർത്തിക്കുകയാണ്. അൽ ബൈത്ത്, അൽ റയ്യാൻ, അൽ തുമാമ സ്റ്റേഡിയങ്ങൾ നിർമ്മാണത്തിന്റെ അവസാന ഘട്ടത്തിലാണ്. 8 സ്റ്റേഡിയങ്ങളും ടൂർണമെന്റിന് വളരെ മുമ്പ് സജ്ജമാകുമെന്ന പ്രതീക്ഷയിലാണ് പണികൾ പുരോഗമിക്കുന്നത്. ഖത്തറിന്റെ പുരോഗതിയിൽ ഏറെ സന്തുഷ്ടി പ്രകടിപ്പിച്ച ഇൻഫാന്റിനോ തന്റെ സന്ദർശനം ആഹ്ലാദകരമാണെന്ന് ആവേശപൂർവ്വം വ്യക്തമാക്കിയാണ് സ്റ്റേഡിയത്തോട് വിട പറഞ്ഞത്. ഫിഫ ലോകകപ്പിന്റെ എല്ലാ പദ്ധതികളും നിർമ്മാണ പ്രവർത്തനങ്ങൾ 90% പൂർത്തിയായതായി ഇൻഫാന്റിനോയെ അനുഗമിച്ച ഫിഫ ലോകകപ്പ് ഖത്തർ 2020 CEO നാസർ അൽ ഖാത്തർ വിശദീകരിച്ചു. ദോഹയിൽ നിന്നും ചന്ദ്രിക ഓൺലൈൻ വേണ്ടി അഷ്റഫ് തൂണേരി.